നിങ്ങൾ ആരൊക്കെയാ? നീ ആരാടാ? ഞാൻ അണ്ണന്റെ കൂട്ടുകാരനാ. ഓ, ചങ്ങാതിയാണല്ലേ? ആ അതെ. ഇവിടെ ഒരുത്തൻ വന്നിട്ട് പോയാലോടാ, നിന്നെയൊക്കെ മലയിലേക്ക് പറഞ്ഞു വിട്ട ഒരുത്തൻ. അവനോട് നീ എന്താ പറഞ്ഞേ? സാറേ, വീഴ്ചയിൽ അണ്ണന്റെ ശബ്ദം പോയി സാറേ. ഇപ്പൊ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ഇവനെ പോലുള്ളവരൊക്കെ സംസാരിക്കാത്തതാ നല്ലത്. മലയ്ക്ക് പോയ സ്വാമിമാരെ അവിടുന്ന് കൊക്കയിലോട്ട് തള്ളിയിട്ട് കൊല്ലാനാ ഇവനും മരിച്ചുപോയ നിന്റെ അണ്ണന്മാരും ഒക്കെ നോക്കിയത്. അതിനകത്ത് ഇവ മാത്രമാ രക്ഷപ്പെട്ടത്. കേസിനും വഴക്കിനുമൊക്കെ പോയാലേ ഇവനും കുടുങ്ങും, ഇവനെയൊക്കെ വച്ചവന്മാരും കുടുങ്ങും. അല്ല, അവനിപ്പോ എന്താ പറഞ്ഞിട്ട് പോയത്? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നു സാറേ. ഇവിടെ വന്ന് കണ്ടിട്ട് പോയതേ ഉള്ളൂ. പിന്നെ ഹോസ്പിറ്റലിൽ എന്ത് ചെലവാണെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. ചെയ്യട്ടെ, അവനല്ലേ പണം മുടക്കി ഇവനൊക്കെ വെച്ചത്. പോലീസ് വന്നിട്ട് പോയായിരുന്നോടാ? ആ, ഇടയ്ക്കും മുറയ്ക്കും വന്നിട്ട് പോയി. എന്നിട്ട് എന്താ അവരോടൊക്കെ നീ പറഞ്ഞത്? എനിക്കൊന്നും അറിയത്തില്ല, അതോട് ഞാനൊന്നും പറഞ്ഞില്ല. എന്നാലേ ഞങ്ങൾ വന്ന വിവരവും പറയണ്ട. എന്റെ പേര് മാർക്കോന്നാ. അറിയോ നിനക്കെന്നെ? അറിയാം സാർ, അറിയാം. അറിയത്തില്ലെങ്കിലേ ഇവൻ അറിയാൻ പറ്റും. ഡാ, ഇപ്പോഴും നിന്റെ കാര്യത്തിലുണ്ടല്ലോ മലയ്ക്ക് പോകാനുള്ള മാല. അയ്യപ്പന്മാരുടെ വേഷം ധരിച്ച് എന്തിനടാ കൊല്ലാൻ വേണ്ടി ഒരു സാധുവിന്റെ പിന്നാലെ പോകുന്നത്? ഈ ശിക്ഷ നിനക്ക് അയ്യപ്പസ്വാമി തന്നെ തന്നതാ. അത് മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് ജീവിക്കാൻ നോക്ക്. ഇവന്റെ ശബ്ദം എപ്പോൾ തിരിച്ചു കിട്ടുമെന്ന് ഡോക്ടർ വല്ലതും പറഞ്ഞോ? അങ്ങനൊന്നും പറഞ്ഞില്ല. ഉടനെയൊന്നും അണ്ണന് സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അല്ല, ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റുന്ന കാര്യം എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? തൽക്കാലം മാറ്റണ്ടെന്നാ പറഞ്ഞേ. അപ്പോ ഹോസ്പിറ്റൽ ചെലവൊക്കെ ഇപ്പൊ പോയവനാ തരുന്നത് അല്ലേ? ഒന്നും തന്നില്ല സാറേ. ഇപ്പൊ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി ചേർന്നാ പൈസ ചെലവാക്കുന്നത്. പിന്നെ മലയ്ക്ക് പോയപ്പോ കൊക്കയിൽ വീണതുകൊണ്ട് ദേവസ്വം ബോർഡിന്ന് സഹായമുണ്ട്. ഇനി ആരും സഹായിച്ചില്ലെങ്കിലും ഇപ്പൊ പോയില്ലേ, അവന്റെ വീട്ടിൽ പോയി നീയൊക്കെ സത്യാഗ്രഹം ഇരുന്നാ മതി. അവൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരും. പിന്നെ ഒരു കാര്യം, ഞാനിവിടെ വന്ന വിവരം അവനോട് പറയണ്ട. അല്ല, പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ തൽക്കാലം അവനത് അറിയണ്ട. ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞാ അതേപടി ചെയ്തോണം. അല്ലെങ്കിലേ നീ ഇതുപോലെ ശബ്ദമില്ലാതെ കിടക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. കേട്ടല്ലോ, നിനക്കൊക്കെ ശബ്ദം ഉണ്ടായാലല്ലേ ആരെങ്കിലും വരുമ്പോ എന്തെങ്കിലുമൊക്കെ പറയൂ. അതില്ലാതായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. എടാ, നിന്റെ കൂടെയുള്ള 2 എണ്ണം പോയി. അവരുടെ കുടുംബത്തിലുള്ളവര് ഇനി എങ്ങനെ ജീവിക്കൂടാ? നീയൊക്കെ എന്താ കരുതിയത്? നിനക്കൊന്നും മരണമില്ലെന്നോ? എല്ലാവരെയും തേടി ഒരു ദിവസം അതെത്തൂടാ. അതുകൊണ്ട് ഇനിയെങ്കിലും ഇവിടെ നിന്നൊക്കെ പുറത്ത് കടന്നു കഴിഞ്ഞാൽ മാനം മര്യാദയ്ക്കൊക്കെ ജീവിക്കാൻ നോക്ക്. വാടാ. അണ്ണാ, ഇവനാണോ അണ്ണനെ തള്ളിയിട്ടത്? പക്ഷേ അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അണ്ണാ. അവൻ അതുപോലൊരു സാധനമല്ലേ അണ്ണാ. ഒരു കണക്കിന് രക്ഷപ്പെട്ടു. അവന്റെ ശബ്ദം പോയല്ലോ. ആ പറഞ്ഞത് കള്ളമാണോ സത്യമാണോന്ന് അറിയാനാ ഞാൻ റിസപ്ഷനിൽ പോയി ചോദിച്ചത്. ചിലപ്പോൾ ശബ്ദം ഉണ്ടായിട്ടും ഇല്ലാന്ന് അഭിനയിക്കാൻ പറഞ്ഞു കാണും. നേരത്തെ ഇവിടെ നിന്ന് പോയ ആണത്തോ ഇല്ലാത്ത ഒരുത്തൻ.